ഹായ് ഹലോ നമസ്കാരം. ഞാൻ ഹാഷിമ. ഞാനിപ്പോൾ ഉള്ളത് കാട്ടാക്കട മാതാ കോളേജ് ക്യാമ്പസിലാണ്. ഡ്രഗ് അബ്യൂസ് ഡേയുമായി ബന്ധപ്പെട്ട് ഇവിടെ നിരവധി പ്രോഗ്രാംസുകൾ നടത്തി പോകുന്നുണ്ട്. ഇതിന്റെ ഉദ്ഘാടകൻ എക്സൈസ് റേഞ്ച് ഓഫീസർ കാർത്തിക് സാറാണ്. അപ്പോൾ ഉദ്ഘാടനത്തിലേക്ക് പോകാം. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ ജിജി ജോസഫ്. അന്താരാഷ്ട്ര ലഹരി വിമുക്ത പരിപാടിയുമായിട്ട് മാതാ കോളേജിൽ നിന്ന് ഒരുങ്ങിയിരിക്കുകയാണ്. കാട്ടാക്കട എക്സൈസ് റേഞ്ച് ഓഫീസർ കാർത്തിക് സാറുമാണ് ഇതിൻ്റെ ഇനാഗുറേഷൻ നടത്തുന്നത്. ഇതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ ആൺകുട്ടികളിലാണ് മെയിനായിട്ട് ഇത് കണ്ടുവരുന്നതെന്നാണ് എല്ലാവരുടെയും മനസ്സിലെ ധാരണ. എന്നാൽ ആൺകുട്ടികളുടെ ഇടയിൽ മാത്രമല്ല, പെൺകുട്ടികളുടെ ഇടയിലും സർവ്വസാധാരണയായി കാണുന്നതാണ് ഈ ലഹരിയുടെ ഉപയോഗങ്ങൾ. അതിനെ തുടച്ചു മാറ്റുക എന്ന മുദ്രാവാക്യമായിട്ടാണ് മാതാ കോളേജിൽ നിന്ന് റാലിയും റോഡ് ഷോയും നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതിലേക്കായിട്ട് ഒരുങ്ങിയിരിക്കുന്ന എൻ്റെ മാതാ കോളേജിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവർക്കും ലഹരി വിമുക്തയോടനുബന്ധിച്ചുള്ള എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കാട്ടാക്കട എക്സൈസ് റേഞ്ച് ഓഫീസറായ കാർത്തിക് സാറും, മാതാ കോളേജിലെ പ്രിയപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട കാട്ടാക്കട കോളേജും ട്രിവാൻഡ്രം കോളേജിലെ വിദ്യാർത്ഥിനികളെ, അധ്യാപകരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, മാധ്യമപ്രവർത്തകരെ, എല്ലാവർക്കും ആദ്യമായിട്ട് നമസ്കാരം. അന്താരാഷ്ട്ര ലഹരി വിമുക്ത പരിപാടിയാണ് നമ്മളിവിടെ നടത്താനായിട്ടിരിക്കുന്നത്. ജൂലൈ 26 അതിന്ന് നമ്മൾ ഇന്ന് വ്യാഴാഴ്ച നടത്തുകയാണ്. ലഹരി വിമുക്ത പരിപാടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ ലോകത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും ഇപ്പം ഒരുപോലെ തന്നെ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അമിതമായ പണം ഉണ്ടാക്കാനുള്ള ദൂർത്ത് വഴികൾ അവരുണ്ടാക്കുകയും ആ പണം കണ്ടെത്തി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്തു വരുന്നത് ഇപ്പം സർവ്വസാധാരണയാണ്. അത്തരത്തിലുള്ള പ്രവണതകള് ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ അവരിൽ നിന്ന്, അല്ലെങ്കിൽ മുതിർന്നവരാവട്ടെ അവരിൽ നിന്ന് ഈ ലഹരി മുക്ത വസ്തുക്കൾ തൂത്തെറിയുക എന്ന ഒരു മുദ്രാവാക്യമാണ് ഈ ലഹരി മുക്ത റാലി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോ എല്ലാ വർഷവും നമ്മൾ ആദർശിക്കുന്ന പോലെ നമ്മുടെ ലഹരി മുക്ത പ്രോഗ്രാം നമ്മൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിക്കുന്ന സാറിന് കൂടുതൽ നന്ദി രേഖപ്പെടുത്തുന്നു. ലഹരി നമുക്കറിയാം, പല രീതിയിലുള്ള ലഹരിയുണ്ട്. മദ്യം, അതേപോലെ കെമിക്കൽ, MDMA പോലെയുള്ള മാരക ലഹരി വസ്തുക്കൾ നമുക്ക് ഈ നമ്മുടെ ചുറ്റുവട്ടത്തും കണ്ടു വരാം. അപ്പോൾ എല്ലാ ലഹരിയും നമുക്ക് അതിന്റെ ഭവിഷ്യത്തുകൾ, നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ ഭവിഷ്യത്തുകൾ നമുക്ക് ഫ്യൂച്ചറിലായിരിക്കും അറിയാം. ഇപ്പൊ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഈ ലഹരി ഉപയോഗിക്കുകയും നമുക്ക് സന്തോഷം കിട്ടുകയും ചെയ്യും. പക്ഷെ നമുക്കൊരു വയസ്സ്, ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 5 വർഷം കഴിയുമ്പോൾ നമ്മുടെ ശരീരം മൊത്തവും നാശമാവുകയും നമ്മുടെ ബോണുകളെല്ലാം അത് നശിച്ചു പോവുകയും നമുക്ക് എണീറ്റ് നിൽക്കാൻ പോലും ത്രാണിയില്ലാത്തൊരവസ്ഥ ഉണ്ടായി വരും. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുകയാണ്, എൻ്റെ കുട്ടികളോടും എൻ്റെ നാട്ടുകാരോടും പറയുന്നത്, ലഹരി അത് എന്തുകൊണ്ടും നമുക്ക് ഒഴിച്ചു മാറ്റി വെക്കേണ്ടത് തന്നെയാണ്. നമുക്ക് ലഹരി പല രീതിയിലും കണ്ടെത്താം. സന്തോഷമായിട്ട് കണ്ടെത്താം, ഫ്രണ്ട്ഷിപ്പിൽ കണ്ടെത്താം, സ്നേഹത്തിൽ കണ്ടെത്താം. അത് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് നല്ല രീതിയിൽ നല്ലൊരു ഉന്നത വിദ്യാഭ്യാസം നേടി, നല്ലൊരു ജോലി നേടി എല്ലാവരും നല്ല രീതിയിൽ എത്തിപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരുപാട് പരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കാറുണ്ടെന്നും ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പരിപാടിക്കും കാട്ടാക്കട എക്സൈസുമായിട്ട് സഹകരിക്കുന്നവരാണ് മാതാ കോളേജ് മെഡിക്കൽ ടെക്നോളജി സ്റ്റാഫുകളും വിദ്യാർത്ഥികളൊന്നും എനിക്ക് ഓൾറെഡി എന്റെ സ്റ്റാഫുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത്തരത്തിൽ അതിന്റെ ഭാഗമായിട്ട് നാളെ ദിവസത്തിന്റെ പ്രത്യേകതയും ആശയവും എല്ലാ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇത്തരത്തിലൊരു റാലി സംഘടിപ്പിച്ചതിന് മാതാ കോളേജ് മെഡിക്കൽ ടെക്നോളജിയുടെ സ്റ്റാഫിനും മാനേജ്മെന്റിനും വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും അതിൻ്റെതായ എക്സൈസ് വകുപ്പിന്റെ പേരിൽ എല്ലാവരും നന്ദിയും പ്രത്യേക അഭിനന്ദനവും അറിയിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്യാറുണ്ട്. അവരുടെ സഹായത്തോടെ തന്നെ മാത്രമേ നമുക്ക് ഈ ലഹരി സമൂഹത്തിൽ നിന്ന് തുറച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഒരുപാട് കേസുകൾ ഇപ്പം കാണുന്നുണ്ട്. ഇപ്പം ഈ ഓപ്പറേഷൻ തണ്ടർ, നമ്മൾ പോലീസുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷൻ തൂഫാൻ നടക്കുന്നത്, എക്സൈസുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷൻ തണ്ടറാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി കേസുകൾ എടുക്കുന്നുണ്ട്. എല്ലാം 23-24 വയസ്സുള്ള പയ്യന്മാരൊക്കെയാണ്. അത് അവർക്ക് അവരുടേതായ റീസൺ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അതൊന്നും ഒരു എക്സ്ക്യൂസ് റീസൺ ഒന്നും അല്ല ഇതിലേക്ക് വരാൻ. ആരും അങ്ങനൊന്നും വരില്ല എന്ന് എനിക്കറിയാം. ഇങ്ങനൊരു
കോഴ്സ് പഠിക്കുന്നവർ ആ രീതിയിൽ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇത്തരത്തിൽ ഒരു റാലി സംഘടിപ്പിക്കുന്നത് മാതാ കോളേജ് ഓഫ് ടെക്നോളജിയുടെ സ്റ്റാഫ് മാനേജ്മെന്റ് വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു. ലഹരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശത്തിന്റെ ഭാഗമായിട്ട് എല്ലാ പരിപാടികൾക്കും നിങ്ങളുടെ കാട്ടാക്കട റേഞ്ചിലെ എല്ലാ പരിപാടിക്കും പോകുന്ന കാരണം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഈ ഒരു പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകൾ നേരുന്നു. നമസ്കാരം. ഈ ലഹരി വിമുക്ത ദിനത്തിൽ എനിക്ക് നിങ്ങളോട് ഒന്നേ പറയുള്ളൂ, അതിപ്പോൾ വിദ്യാർത്ഥികളോടാണ്. ഇന്നത്തെ യുവതലമുറ ലഹരിയുടെ പുറകെ പോകുമ്പോൾ നമ്മൾ അങ്ങനെ ആയി തീരരുത്. നമുക്കൊരു ലക്ഷ്യമാണ്. ഞാൻ പറയുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും ഒക്കെ ആയിരിക്കണം നിങ്ങളുടെ ലഹരി. ജീവിതത്തോട് ജീവിച്ച് എല്ലാവരുടെ മുമ്പിൽ ജയിച്ച് കാണിക്കണം എന്നതായിരിക്കണം നിങ്ങളുടെ ലഹരി. അപ്പോഴത്തേക്ക് പിന്നെ നിങ്ങളുടെ ജീവിതം നശിച്ചു പോകുന്ന ലഹരിക്ക് പുറകെ നിങ്ങൾ പോകരുത്. പോകാൻ പറ്റില്ല നിങ്ങൾക്ക് സത്യത്തിൽ. ഇപ്പോൾ ഒരു ലവ് ഫെയിലിയർ എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞാലും ഉടനെ ലഹരി ആശ്രയിക്കുന്നതിനേക്കാൾ നിങ്ങൾ മറുവശം ചിന്തിക്കണം. അതിൽ നിന്ന് എനിക്ക് എങ്ങനെ ഓവർകം ചെയ്ത് എനിക്ക് ഈ സമൂഹത്തിൽ ജയിച്ചു നിൽക്കണം. യുവതലമുറ എന്ന് പറയുന്നത് അടുത്ത നമ്മുടെ ഈ ഭൂമിയുടെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ തന്നെ ഒരു വാഗ്ദാനമാണ്. അപ്പം നിങ്ങളിങ്ങനെ നശിച്ചു പോകാതെ നല്ലൊരു നാളേക്കായി നിങ്ങളുടെ ജീവിതങ്ങളെ കെട്ടിപ്പടക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളായിരിക്കണം നിങ്ങളുടെ ലഹരിയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു.